എല്ലാവർക്കും കൃഷ്ണ വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഈ ചാനലിൽ കൂടി നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്കുണ്ടായ കൃഷ്ണ അനുഭവങ്ങളെക്കുറിച്ചാണ്. ഞാൻ വലിയൊരു കൃഷ്ണഭക്തിയൊന്നും അല്ല കേട്ടോ. അങ്ങനെ പറയാൻ നമ്മളെക്കൊണ്ട് പറ്റില്ല. എന്താ പറഞ്ഞാൽ എത്രയോ വലിയ 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 ഭക്തന്മാരുള്ള ഈ ലോകത്തിൽ ഒന്നുമല്ല സത്യത്തിൽ. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഗുരുവായൂരപ്പനെ സ്നേഹിക്കാൻ തുടങ്ങിയത് മുതൽ എനിക്കും തിരിച്ചും എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം അതാണല്ലോ എല്ലാം. അതെനിക്കുണ്ട്. എന്താ പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിലുണ്ടാകുന്ന ഒരു കുഞ്ഞു കാര്യമാകട്ടെ വലിയ കാര്യമാകട്ടെ സന്തോഷമുള്ളതായാലും എന്ത് കാര്യമായാലും ഞാൻ ആദ്യം പോയിട്ട് പറയുക എൻ്റെ ഭഗവാനോടാണ്. അപ്പോൾ കുറേ വിഷമം എനിക്ക് തന്നിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് എനിക്കതിനുള്ള സന്തോഷവും കിട്ടിയിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ നിന്നെല്ലാം ഒരു വർഷത്തിലോ അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷമോ ഒരു തവണയൊക്കെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരും. അപ്പോൾ ഞാൻ ആകെ എൻ്റെ ഒരു 15-16 വയസ്സിനുള്ളിൽ ഒറ്റ തവണ ഗുരുവായൂർ അമ്പലത്തിൽ. എൻ്റെ നാട് കണ്ണൂരാണ്. ഞാൻ പഠിച്ചതൊക്കെ തലശ്ശേരിയിലും പിന്നെ ചെറുവത്തൂർ എന്ന് പറയുന്ന കാസർഗോഡ് ജില്ലയിലുള്ള സ്ഥലത്തുമാണ്. അപ്പോൾ ഞാൻ ഈ ഗുരുവായൂർ അമ്പലത്തിൽ അന്ന് എൻ്റെ ഇപ്പോൾ എനിക്ക് 42 വയസ്സായി കേട്ടോ. അപ്പം ആ ചെറിയ പ്രായത്തിൽ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, ഇനി ഒരിക്കലും ഭഗവാനെ നമ്മളെ ആ ഒരു പ്രാരബ്ധവും ബുദ്ധിമുട്ടുകളും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇനി ഒരിക്കലും ഗുരുവായൂർ അമ്പലത്തിൽ വരാൻ സാധ്യതയില്ല. ഇനി അഥവാ വന്നാൽ തന്നെ വല്ലപ്പോഴും ഒരിക്കൽ വന്നാലായി. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. ഞാൻ വലിയൊരു ഗുരുവായൂരപ്പ ഭക്തയൊന്നും അല്ലെങ്കിൽ കൂടി ചെറിയ പ്രായം മുതലേ ഗുരുവായൂരപ്പൻ്റെ കഥകൾ കേൾക്കാൻ, ഗുരുവായൂരപ്പൻ്റെ ബുക്കുകൾ വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിലെല്ലാം അച്ചാച്ചനമ്മപരമായ കാര്യങ്ങളോട് ഭയങ്കര ഇഷ്ടമുള്ളൊരു നമ്മളെ പാരമ്പര്യമായിട്ട് നമ്മളെ വീട്ടിലും അച്ഛനപ്പൂപ്പന്മാർ തൊട്ടിട്ട് അങ്ങനെയുള്ള കഥകൾ പറഞ്ഞുതരാൻ നല്ല ഇതുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ദൈവികപരമായിട്ടുള്ള സംഭവങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നല്ലാതെ ഇങ്ങനെ ഒരുപാട് വ്രതങ്ങൾ നോറ്റിട്ടോ അങ്ങനെയൊന്നുമില്ല. അഷ്ടമി രോഹിണിക്ക് ഒരു വ്രതം എടുക്കുന്നല്ലാണ്ട് വേറൊന്നും ഞാൻ എടുക്കാറില്ല. എന്നാൽ ഇന്ന് ഞാൻ ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ തന്നെയാണ് താമസിക്കുന്നത്. അതൊരു നിമിത്തമായിരിക്കാം. നമ്മൾ ഭഗവാനോട് അന്ന് ആ ഒരു വിഷമം പറഞ്ഞത്, അന്ന് അറിവില്ലാത്ത പ്രായത്തിൽ നമ്മൾ പറഞ്ഞ ആ വിഷമം ഭഗവാൻ കേട്ടിട്ടാണോ എന്നറിയില്ല. ഇന്ന് എനിക്ക് എപ്പോൾ ഞാൻ ഭഗവാനെ കാണണം എന്ന് വിചാരിച്ചാലും എനിക്കവിടെ എത്താൻ പറ്റും.